നമസ്കാരം. ശ്രീലകം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് അറിയോ? ഇന്ന് ബീറ്റ്റൂട്ട് സ്ക്വാഷ്. അതെ, അതിന് വേണ്ട സാധനങ്ങളാണ്. ബീറ്റ്റൂട്ട് ഞാൻ പകുതി മുറിച്ചു. അവിടെ നിന്ന് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് എടുത്ത് വെച്ചതാണ് ഇത്. അപ്പോൾ അതിന് വേണ്ട സാധനമാണ് 4 ചെറുനാരങ്ങ, പിന്നെ പഞ്ചസാര, പിന്നെ അതിന് കുറച്ച് ലാസ്റ്റ് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ അതിന് വേണ്ട പഞ്ചസാര അളന്നിട്ട് ഇടുക. 2 ഗ്ലാസ് പഞ്ചസാര എടുത്തു. 2 ഗ്ലാസ് പഞ്ചസാര, കുറച്ച് വെള്ളം, കുറച്ച് തന്നെ 1 ഗ്ലാസ് ഉണ്ട്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതാ തളിച്ച് എല്ലാം പഞ്ചസാര ഒക്കെ മെൽറ്റായി ഇങ്ങനെ പതിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ള ഒഴിച്ചു കൊടുക്കുക. ഇത്രേ വേണ്ടു. അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിങ്ങനെ വെന്തിട്ട്, ഇതെന്തിനറിയോ കോഴിമുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഇതിൻ്റെ ഈ പഞ്ചസാരയിൽ ഒരു ചെളി ഉണ്ടാവും, അയക്കുണ്ടാവും. അതിനൊക്കെ ഇങ്ങനെ ഈ പതയിലൂടെ ഇങ്ങനെ വരും. അതിങ്ങോട്ട് എടുക്കുക. ഈ നമ്മൾ നന്നാരിയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ. അപ്പോൾ അതിങ്ങനെ പതച്ച് വച്ചിങ്ങനെ അയക്കൊക്കെ അതിൽ പിടിക്കും. സ്മെല്ലൊന്നും ഉണ്ടാവില്ല ജ്യൂസിക്ക്. അപ്പോൾ ഇപ്പോൾ പഞ്ചസാരയിൽ കോഴിമുട്ടയുടെ വെള്ള ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചത് കണ്ട, ഇങ്ങനെ അയക്കുക കണ്ട, പഞ്ചസാരയുടെ അയക്കെല്ലാം ഇങ്ങനെ വരും കണ്ട. എന്നിട്ട് അതിങ്ങനെ കോരിയെടുക്കുക. കണ്ട, നല്ല കണ്ടല്ലേ? ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇപ്പോൾ പഞ്ചസാര എല്ലാത്തിലും ഉണ്ടാവും. അതെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നല്ല ഇതിൽ. അപ്പോൾ ആ കോഴിമുട്ടൊക്കെ ഇങ്ങോട്ട് പോരും കണ്ട. അതിലയക്കുള്ളത് ഇങ്ങനെ ഇതിങ്ങനെ പതിച്ചിങ്ങനെ പൊന്തി വരും. അതിൻ്റെ ഒരു പണിയേ ഉള്ളൂ ഇതിൽ. ഇത് പെട്ടെന്ന് കഴിയും. ഓർമ്മ വരുന്നത് നീ ഇത് ഉണ്ടാക്കുമ്പോഴേ, പഴയ കാലത്ത് വീട്ടില് ഈ നന്നായി സ്ഥലത്തിൽ ഇത് ഉണ്ടാക്കാറുണ്ട്. അന്ന് എനിക്കിത് ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി ഇനി ഈ ബീറ്റ്റൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറച്ച് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടാവില്ലേ, അത് പോണ വരെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വൈറ്റൊക്കെ ഇങ്ങനെ വരും. ഒന്ന് നല്ലോണം തിളച്ചിട്ട് ഈ വൈറ്റ് കുറച്ചൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാവും. അതിങ്ങോട്ട് എടുക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു കൊല്ലം വരെ വെച്ചാലും ഒന്നും ആവില്ല ഫ്രിഡ്ജിൽ. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, അത്രയേ ഉള്ളൂ. കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു കൊല്ലം വരെ ഇരിക്കും. ഒരു കേടും ഉണ്ടാവില്ല ഇതിന്. ഇതിങ്ങനെ കോരിയെടുത്ത് മാറ്റിയാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ബീറ്റ്റൂട്ട് ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് ചെളി ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചൊക്കെ കറ അത് ഇതൊക്കെ ഉണ്ടാവില്ല, ആ പച്ച സ്മെല്ലൊക്കെ പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ അയക്ക് ലാസ്റ്റത്തെ കുറച്ചും കൂടി ഉണ്ട്. ഇതിങ്ങനെ എടുത്ത് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഇതുണ്ടാ ഇത്ര ചെളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് മാറ്റിയിട്ട് ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 ചെറുനാരങ്ങ നേരത്തെ കാണിച്ചത് അത് പിഴിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് അരിച്ചു വയ്ക്കാം.
ആ കുരു വീഴാണ്ടിരിക്കാനാണ് അരിച്ചു വയ്ക്കണേ, ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. അത് ഒഴിച്ചു. ഇനിയിപ്പോൾ ഇനി കാര്യമായിട്ട് തിളയ്ക്കാനൊന്നുമില്ല, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ റോസ് വാട്ടർ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഒരു 2 ടീസ്പൂൺ. അത് കുറച്ചേ വേണ്ടു, ഒരു സ്മെല്ലിനാണ്. ഈ റോസ് സിറപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച്. എന്താ ഇത് മതി, ഇത്രയേ വേണ്ടു. കഴിഞ്ഞു. ഇനി ഇത് ഓഫ് ചെയ്യുക. ഇനി പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഒന്ന് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഈ കച്ചറയൊക്കെ എല്ലാം പോകും. കണ്ട, ഇത്രയും കച്ചറ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനി ചൂടാറിയിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം. അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് റെഡിയായി. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് തണുത്തു. ഇനി നമുക്കൊന്ന് കുടിച്ച് നോക്കിയിട്ട് പറയാം. അപ്പം അതിലേക്ക് കുറച്ച് സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഒരു ചിയാ സീഡ് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ലേശം ഇതിലിട്ട്, പിന്നെ 2-3 ഐസ് ക്യൂബും ഇട്ട് അങ്ങനെ ഇട്ട് കുറച്ച് ഇത് ഒഴിക്കാം. ഒരു ഇത്ര വേണം, മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് വെച്ചാൽ മതി. അനുസരിച്ച് വെച്ചാൽ മതി. കൂടുതലുള്ളവർക്ക് തനത് ശർക്കര തന്നെയാണല്ലോ, പഞ്ചാര തന്നെയാണല്ലോ. അതെ. ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാമല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. ഒന്ന് ടേസ്റ്റ് നോക്കിയട്ടെ. ടേസ്റ്റ് ഉണ്ടേ? മധുരമൊക്കെ കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ബൈ.